ഹായ് കൂട്ടുകാരെ, നമ്മൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, കാണുക. ഇനി നമുക്ക് 3ാം ചോദ്യം ചെയ്താലോ. 3ാം ചോദ്യത്തിൻ്റെ ചിത്രം ഞാനിപ്പോൾ വരയ്ക്കണില്ല, സ്ക്രീനിൽ എന്ത് ചെയ്യാം, കാണിക്കാം. ജസ്റ്റ് റഫ് ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് 5 മൂലകളുള്ള രൂപം. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിനൊക്കെ മഞ്ഞ നിറവും ഈ ഉള്ളിലുള്ള ഭാഗത്തിന് ചുവപ്പ് നിറവും ബാക്കി എല്ലാ ഭാഗത്തിന് പച്ച നിറവുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വരച്ച ശേഷം കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം 5 മൂലകളുണ്ട്. അപ്പോൾ 5, അപ്പോൾ സർക്കിളിൻ്റെ ആംഗിൾ 360 അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 360 ഹരിക്കണം 5 ചെയ്താൽ 72 ഡിഗ്രി കിട്ടും. അപ്പോൾ 72 ഡിഗ്രിയിൽ വേണം നമ്മൾ ഈ ഫിഗർ ആദ്യം എന്ത് ചെയ്യാണ്, വരയ്ക്കാൻ. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിൻ്റെ ഏതെങ്കിലും സൈഡിൽ ഒരു റേഡിയസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ശേഷം പ്രൊട്ടാക്ടർ എടുത്ത് 72 ഡിഗ്രി വീതം 5 മൂലകളിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ആദ്യം പ്രൊട്ടാക്ടർ സെൻറ്ററിൽ വെച്ചു. ഇതാ ഇവിടെ 71, 70, 71, 72 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇനി വരയ്ക്കുക. എന്ത് ചെയ്യരുത്, സർക്കിളിന് പുറത്തേക്ക് പോകണ്ട, ഉള്ളിലേക്കായിട്ട് വരയ്ക്കുക. ഇനി ആ വരച്ച വരയുടെ മുകളിൽ പിന്നെയും സർക്കിളിൽ സെൻറ്റർ വെച്ച് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. 70, 71, 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. വീണ്ടും വരയ്ക്കുക. ഇനി വീണ്ടും അതേ വരച്ച ലൈനിൻ്റെ മുകളിൽ വെക്കുക. 72 ഡിഗ്രി, 70, 71, 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഒന്നുകൂടി നോക്കാം. പ്രൊട്ടാക്ടർ വെച്ചു. 72 ഡിഗ്രി, 70, 71, 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്ടാക്ടർ ഇപ്പോൾ വരച്ച വരയുടെ മുകളിൽ വെക്കുക. 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. 70, 71, 72 മാർക്ക് ചെയ്ത ശേഷം കൂട്ടി യോജിപ്പിക്കുക. കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ മൂലകൾ 5, 1, 2, 3, 4, 5 മൂലകൾ പരസ്പരം കൂട്ടി യോജിപ്പിക്കുക. ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഉള്ളിലെ വരകളില്ലേ, നമ്മൾ ഈ വരച്ച വരകൾ 5 എണ്ണം അതെന്ത് ചെയ്യണം, മായ്ച്ച് കളയണം. നമുക്ക് ഈ ചിത്രത്തിൽ പുറത്ത് എന്തില്ല, സർക്കിളില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സർക്കിളും കൂടി മായ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാർ വരയ്ക്കാം. ആദ്യം ഈ മൂലയിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുക. ഈ മൂലയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഈ 2 മൂലകളും കൂട്ടി യോജിപ്പിക്കുക. ഇതും പിന്നെ ഇതും. ഇതാണ് ചിത്രം. ഇവിടെ ഈ ചിത്രത്തിൽ സെൻറ്റർ ഭാഗത്ത് ചുവന്ന കളറ്, ചുറ്റും ഈ ഭാഗങ്ങളിൽ യെല്ലോ കളറ്, ഈ ഭാഗങ്ങളിൽ ഗ്രീൻ കളറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം എന്തായി, റെഡിയായി. ഇതാണ് 1ാമത്തെ ചിത്രം. ഇനി നമുക്ക് 2ാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ 5 മൂലകൾ, ആ 5 മൂലകളിൽ ഒരു സ്റ്റാർ ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു കുഞ്ഞു സ്റ്റാർ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സ്ക്രീനിൽ റഫ് ഫിഗറാണ്, സ്ക്രീനിൽ എന്ത് ചെയ്യാം, ചിത്രം കാണിക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം 5 മൂലകളല്ലേ, അപ്പോൾ 360നെ 5 ആയിട്ട് ഹരിച്ചാൽ 72 ഡിഗ്രി കിട്ടും. അപ്പോൾ നേരത്തെ വരച്ച പോലെ ആദ്യം സർക്കിൾ വരച്ചു. ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ റേഡിയസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ശേഷം പ്രൊട്ടാക്ടർ എടുക്കുക. 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഒപ്പം തന്നെ ചെയ്ത് നോക്കുക. ഇവിടെ 70 ഡിഗ്രി, 70, 71, 72, 71, 72 മാർക്ക് ചെയ്തു, വരച്ചു. ഇവിടെ വരച്ചു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ വരച്ചു നോക്കാം. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഇവിടെ വെക്കുക, പ്രൊട്ടാക്ടർ ഇവിടെ വെക്കുക. 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 70, 71, 72 ഡിഗ്രി വെച്ചു മാർക്ക് ചെയ്യുക. നീട്ടി വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, ഇവിടെ പ്രൊട്ടാക്ടർ വയ്ക്കുക. 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. 70, 72 ഡിഗ്രി മാർക്ക് ചെയ്യുക.
വരയ്ക്കുക. ഇനി ഇവിടെ വയ്ക്കുക. 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. 70, 71, 72, 72 ഡിഗ്രി മാർക്ക് ചെയ്ത്. ഇനി എല്ലാ മൂലകളും പരസ്പരം കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് ഈ സ്റ്റാറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? വേറെ സ്റ്റാർ വരണം. അപ്പോൾ ആദ്യം ഈ ഉള്ളിലത്തെ വരകളൊക്കെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മായ്ച്ച് കളയാം. കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒപ്പം തന്നെ ചെയ്യണം, എന്നാലേ വരയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു സ്റ്റാർ വരയ്ക്കാം. നേരത്തെ വരച്ച അതേ രൂപം തന്നെയാണ്, ഇതുവരെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? സ്റ്റാർ വരയ്ക്കുക. എല്ലാ മൂലകളും കൂട്ടി യോജിപ്പിക്കുക. ഇനി ഈ സൈഡും കൂടി കൂട്ടി യോജിപ്പിക്കുക. ഇനി ഈ ഭാഗം നമ്മൾ നേരത്തെ കളർ ചെയ്ത ഭാഗത്താണ് സ്റ്റാർ വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതും ഈ മൂലയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഈ മൂലയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇനി ഈ സൈഡിൽ നിന്ന് ഇവിടേക്ക്, പിന്നെ ഇവിടുന്ന് ഈ സൈഡിലേക്ക്, ഇവിടുന്ന് ഈ സൈഡ്, പിന്നെ ഇതാണ് ഉള്ളിലത്തെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഉള്ളിലത്തെ സ്റ്റാർ, ഈ വരകൾ നമ്മൾ എന്ത് ചെയ്യണം? മായ്ച്ച് കളയണം. എങ്ങനെ വെച്ചാൽ ഈ സ്റ്റാറില്ലേ, ഉള്ളിലത്തെ സ്റ്റാർ, അതിൽ എന്ത് ചെയ്യണ്ട? ഈ ഉള്ളിലത്തെ വരകൾ വേണ്ട, അതും കൂടി നമുക്കൊന്ന് മായ്ച്ച് കളഞ്ഞിട്ട് നോക്കി നോക്കാം. ഇതാണ് മായ്ച്ച് കളയുമ്പോൾ ഉണ്ടാവുക. ഇവിടെ റെഡ് കളർ കൊടുക്കുക. ഈ ചുറ്റുഭാഗത്ത് യെല്ലോ, ബാക്കി ഈ ഭാഗങ്ങളിൽ എന്താ കൊടുക്കേണ്ടത്? നീല കളറാണ് കൊടുക്കേണ്ടത്. ഇതിൽ ഈ വരകളില്ലേ, ഈ വരകൾ, അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മായ്ച്ച് കളയണം. അപ്പോഴാണ് എന്താവുള്ളൂ? ഫിഗർ കംപ്ലീറ്റ് ആവുള്ളൂ. ഈ വര എന്ത് ചെയ്യണ്ട? ഇവിടെ വേണ്ട. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ, അതിൻ്റെ ഉള്ളിൽ വേറെ കുഞ്ഞ് സ്റ്റാർ. ഇതാണ് സെക്കൻഡ് ഫിഗറായിട്ട് വരിക. ഇനി മൂന്നാമത്തെ ചിത്രം എന്ത് ചെയ്യാം? ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതിന് ആകെ 8 മൂലകളാണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കുക? 360/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 ഡിഗ്രി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരയ്ക്കാൻ ഏതെങ്കിലും സൈഡിൽ റേഡിയസ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ശേഷം പ്രൊട്ടാക്ട് എടുത്തിട്ട് 8 മൂലകളിൽ എന്ത് വേണം? 45 ഡിഗ്രി വേണം. അപ്പോൾ 40, 45 ഡിഗ്രി. അപ്പോൾ ആദ്യം അത് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ വയ്ക്കുക. വീണ്ടും 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. കൂട്ടി വരയ്ക്കുക. ഇനി അടുത്ത വീണ്ടും ആ വരച്ച ലൈനിൽ വയ്ക്കുക. 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. 40, 45 മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ വയ്ക്കുക. 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. 40, 50, 45. ഇനി വീണ്ടും വയ്ക്കുക. 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി ഈ സൈഡിൽ വയ്ക്കുക. 40, 45. പിന്നെ നോക്കാം. 1, 2, 3, 4, 5, 6. നമുക്ക് 2 എണ്ണം കൂടി വേണം. -45 ഡിഗ്രി, 40, 45 ഡിഗ്രി. മൊത്തം 8 മൂലകൾ നമുക്കായി. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ മൂലകളിലെ ഉള്ളിലെ വരകൾ നമ്മൾ എന്ത് ചെയ്യണം? മായ്ച്ച് കളയണം. ഇനി ആദ്യം നമുക്ക് ഈ മൂലകൾ മായ്ച്ചതിന് ശേഷം എന്ത് ചെയ്യാം? എല്ലാ വരകളും യോജിപ്പിച്ച ശേഷം എല്ലാ വരകളും എന്ത് ചെയ്യാം? മായ്ച്ച് കളയാം. എല്ലാ മൂലകളും യോജിപ്പിക്കുക. കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒപ്പം തന്നെ ചെയ്യണം. നമ്മൾ
ഉള്ളിലത്തെ എല്ലാ വരകളും മായ്ക്കുക. ഇപ്പോൾ നമ്മൾ ഉള്ളിലത്തെ വരകളും പുറത്തെ വൃത്തവും എന്ത് ചെയ്ത് മായ്ച്ചു കളഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഈ മൂലയും പരസ്പരം കൂട്ടിയോജിപ്പിക്കുക. ഈ മൂലയും കൂട്ടിയോജിപ്പിക്കുക. ഈ വരയും ഓൾറെഡി വര ഉണ്ട്, ഡാർക്ക് ചെയ്തിട്ടുണ്ട്, കൂട്ടി വരച്ചു. ഇനി ഈ രണ്ട് മൂലകൾ ഒപ്പം ഈ രണ്ട് മൂലകൾ. ഇനി ഈ രൂപം ഈ സൈഡ് ഒന്ന് ഡാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതും. ഇതാണ് നമ്മുടെ ചിത്രം എന്ന് പറഞ്ഞാൽ. പുറത്ത് വൃത്തം നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മായ്ച്ച് കളയണം. ഈ നടുഭാഗത്ത് ബ്ലൂ കളറ്, ഈ 4 ട്രയാങ്കിൾ പോലെ ഷേപ്പിൽ ഗ്രീൻ കളറ്, ഈ ഭാഗങ്ങളിൽ യെല്ലോ കളർ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇതാണ് നമ്മുടെ 3ാമത്തെ ചിത്രം. ഇനി ഈ ഭാഗത്തെ ലാസ്റ്റ് ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ ചിത്രത്തിന് എത്ര മൂലകളുണ്ട്? 6 മൂലകളാണുള്ളത്. അപ്പോൾ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ 360 ഹരിക്കണം 6, അപ്പോൾ 60 ഡിഗ്രി വീതം കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സർക്കിൾ വരച്ചിട്ട് ഒരു റേഡിയസ് മാർക്ക് ചെയ്യുക. 6 മൂലയിൽ 60 ഡിഗ്രി വീതം. അപ്പോൾ പ്രൊട്ടാക്ടർ വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, യോജിപ്പിക്കുക. ഇനി ആ വരയുടെ മുകളിൽ വീണ്ടും വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി നിങ്ങളൊപ്പം തന്നെ എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ വയ്ക്കുക, 60 ഡിഗ്രി. ഇനി ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. മൊത്തം 6 എണ്ണം. 1 2 3 4 5 6 6 വരച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഉള്ളിൽ നമ്മുടെ ഈ വരകൾ മായ്ക്കുന്നതിൻ്റെ മുന്നേ ഈ എല്ലാ മൂലകളും പരസ്പരം കൂട്ടി യോജിപ്പിക്കുക. 1 2 3 4 5 6. നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്, ഉള്ളിലത്തെ വരകളും പുറത്തെ സർക്കിളും എന്ത് ചെയ്ത് മായ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിത്രത്തിൽ താഴേക്ക് ഇവിടെ ചതുരം പോലെ വരണം. അത് എത്ര അളവാണെന്ന് മനസ്സിലാവാൻ ഇവിടുത്തെ എത്രയാണോ അളവ് അതേ അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇവിടെ 3.5 നമ്മൾ എടുക്കാം. 3.5 ഇവിടേക്ക് താഴോട്ട് വര വരയ്ക്കുക, 3.5. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ശേഷം ഇവിടെ നിന്നും 3.5 സെൻറ്റിമീറ്ററിൽ ഒരു അളവ് അളന്നെടുക്കുക. ഇവിടുന്ന് ഇവിടേക്ക് കൂട്ടി യോജിപ്പിക്കുക. അതേപോലെ ഇവിടെ നിന്നും 3.5 സെൻറ്റിമീറ്റർ എടുക്കുക, ഇവിടോട്ട് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഈ ഉള്ളിലുള്ള ഭാഗത്തിന് യെല്ലോ കളറും താഴെയുള്ള ഈ ഭാഗങ്ങൾക്ക് ഓറഞ്ച് കളറും എന്ത് ചെയ്യുക, കൊടുക്കുക. എൻ്റെ ചിത്രം ഇത്ര വലുതാവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എടുത്ത സർക്കിൾ വലുതായിരുന്നു. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എത്ര ആവാം, 2 സെൻറ്റിമീറ്റർ ആവാം, 3 ആവാം, 4 ആവാം. അതേ അളവ് തന്നെ വേണം ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ അളന്നെടുക്കാൻ. എൻ്റെ ചിത്രം വലുതായ കാരണമാണ് വലിയ ചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ 4 ചിത്രങ്ങളാണ് വരച്ചത്. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതുവരേക്കും ബായ്.